സ്ത്രീയെ സ്റ്റേഷനിൽ മർദ്ദിച്ച സിഐ പ്രതാപ് ചന്ദ്രനെതിരെ പാലക്കാട്ടും പരാതി. മർദ്ദനത്തിൽ പാലക്കാട് സ്വദേശിയായ യുവനടനാണ് പ്രതാപ് ചന്ദ്രനെതിരെ നിയമ പോരാട്ടം നടത്തുന്നത്. കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ചെന്ന യുവനടൻ. 2023 മെയ് 16 എറണാകുളം നോർത്ത് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കിങ് ഓഫ് കൊത്ത സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു മർദ്ദനം. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വിഷ്വൽ എഡിറ്ററായ രാഹുൽ രാജിനും മർദ്ദനമേറ്റു. രാത്രി 1 മണിക്ക് കൊച്ചി കലൂർ ദേശാഭിമാനി ജംഗ്ഷനിൽ ചായ കുടിക്കാൻ പോയ സമയത്തായിരുന്നു മർദ്ദനമെന്ന് സനൂപ് പറഞ്ഞു. ഇത് 2023 ഞങ്ങൾ മറ്റേ കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിന് പോയിണ്ടായിരുന്ന സമയത്ത് ചായ കുടിക്കാൻ പോയതാണ്. അപ്പോഴാണ് ഈ പോലീസുകാരും ടീമൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ എന്താ ഈ നേരത്തെ അവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര റോങ് ആയിട്ട് അവർ വന്നപ്പോൾ തന്നെ ഭയങ്കര റോങ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വണ്ടിയായിരുന്നു, അത് ഞാൻ എവിടെ നിന്ന് മോഷ്ടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ എൻ്റെ അന്നത്തെ അപ്പിയറൻസ് കുറച്ച് മുടി താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടായിരുന്നു, ഒന്നുകൂടി മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ എന്തോ സംഭവം ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, നീ ഏത് സാധനം അടിച്ച്, നീ ഇപ്പോൾ എന്താ വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയുടെ എന്ന് പറഞ്ഞപ്പോൾ സിനിമയുടെ സാറേ മനസ്സിലായില്ലേ. ഇവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ നമ്മൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം പോലീസുകാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നുണ്ടാവുക എന്നുള്ളത് അറിയാം. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ രാഹുലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടികൾ ഇവർ സ്റ്റേഷനിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് നിൽക്കുക. എന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടി എവിടെ നിന്ന് കട്ടുകൊണ്ട് വന്നതെന്നുള്ള രീതിയിൽ, അപ്പോൾ മോഷ്ടിച്ച വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടിയുടെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, സാറിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ സാറിന് പരിവാഹനിൽ ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞപ്പോൾ ഇവർ അതൊന്നും സമ്മതിക്കില്ല. നിൻ്റെ ഒന്നും പരിവാഹം ചെക്ക് ചെയ്യില്ല ഞങ്ങളുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുക അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഗെയിൻസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഇവർ തെറിവിളിയൊക്കെ തുടങ്ങി. ഈ തെറിവിളി കുറേ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ നോക്കിയൊക്കെ ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ടായപ്പോൾ രാഹുൽ എന്ത് ചെയ്തു, അവൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു. ഇത് ഈ ഷൂട്ട് ചെയ്യണ ആ സമയത്ത് തന്നെ ഈ പ്രതാപേന്ദ്രൻ എന്നുള്ള പുള്ളി നേരെ കയറി വന്നിട്ട് ഒറ്റ തല്ലി. ഇവന് തല്ലിയിട്ട് ഈ കണ്ണടയും കൂട്ടിയിട്ട് തല്ലിയത്. അവൻ ഇവിടെ മൊത്തം ഡാർക്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ ആകെ ബൾജായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനെ നേരെ കൊണ്ടുപോയിട്ട് രാഹുലിനെ കൊണ്ടിട്ട് ബാക്കിലുള്ള ചുമരിൽ കൊണ്ട് ഇടിച്ചു. അതിനുശേഷം എന്നെ ഭയങ്കരമായിട്ട് വലിച്ചു കൊണ്ടിട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാം പാടെ വന്നിട്ട് ഞങ്ങളതിന് പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് തല്ലി, അവിടെ നിന്ന് ചെറിയത്തടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കുറേ തല്ലി. പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ട് ജീപ്പിൻ്റെ അവിടെ കൊണ്ടിട്ട് രാഹുലിനെ ബൂട്ട് ഇട്ട് അവിടെ നിന്ന് ചവിട്ടി. പിന്നെ എന്നെ മറ്റേ ജീപ്പിൻ്റെ ബാക്കിൽ ഡോറുണ്ട്, ആ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ ലാത്തി വെച്ചിട്ട് തന്നെ ജീപ്പിൻ്റെ ബാക്ക് സെൻറ്ററിലുള്ള സീറ്റ് ഉണ്ട് അവിടെ കിടത്തിയിട്ട് അവിടെ നിന്ന് തല്ലുക, ലാത്തി വെച്ചിട്ട് തന്നെ റോട്ടിൽ നിന്ന് തല്ലുക. നാട്ടുകാർ ഇത് കാണുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് പോലീസുകാരെ മെക്കിട്ട് കയറി എന്നുള്ളതായി പറയുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണത്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് വരണത്. എന്നിട്ട് ഇതിനൊക്കെ ശേഷം ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് രാഹുലിനെയാണ് കൂടുതൽ ഇവർ റോട്ടിൽ നിന്ന് തല്ലിയത്. എനിക്ക് അത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് പ്രതാപേന്ദ്രൻ ഉൾപ്പെടെ വരുന്ന ഒരു 3-4 പോലീസുകാർ 2-3 പോലീസുകാർ ഓടിയിട്ട് എന്നെ അത് ഒരു നേരെ കാണുന്ന റൂമുണ്ട്, അവിടെ CC ക്യാമറ ഒന്നുമില്ല, അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ പുറത്തേക്കും മറ്റേ മുതുകൊക്കെ നല്ല ഇടി ഇടിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നൈറ്റൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവർ എൻ്റെ ഫോണ് ഇവർ മറ്റേ സ്പോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ രാഹുലിൻ്റെ വീഡിയോ എടുത്ത ഫോൺ ഇവർ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോ എടുത്ത ഫോൺ ഇവർ സ്പോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ചു. ഈ സാധനങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, അതുപോലെ ആ തെളിവ് അവിടെ പോയി. പിന്നെ അത് മാത്രമല്ല, ആ പരിസരത്തൊക്കെ CCTV ക്യാമറ ഒക്കെ ഉള്ളതെന്നുള്ളത് അറിയും. പക്ഷേ അതിൻ്റെ ഒന്നും നമുക്ക് ഫുട്ടേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഹോട്ടലുകാരത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞ് പോലീസുകാർ ഇടപെട്ട കേസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. നിയമപോരാട്ടം എന്തായാലും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് 2023 ഞങ്ങൾ 4 ദിവസം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ റിമാൻഡിൽ പോകണ്ടായി, ഒരു കാര്യമില്ലാണ്ട്, ഒരു തെറ്റും ചെയ്യാണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ മറ്റേ ജയിലിൽ കിടക്കുന്ന സമയത്ത് രാഹുലിൻ്റെ അമ്മ ഞങ്ങൾ എന്ത് ചെയ്തു, മറ്റേ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കമ്മീഷണറുടെ അവിടെ നിന്നൊക്കെ വിളിപ്പിച്ചു എന്നല്ലാണ്ട് വേറെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഈ എന്താ പറയുക, ലീഗലി ഈ കോർട്ടിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് 2024 ഈ ചേച്ചീനെ തല്ലുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നിയമം ഒരു പേടിയില്ല എന്നുള്ളതാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ആളിപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോണത്. അവിടെ എത്തിയ പോലീസ് സംഘം വാഹനത്തിന്റെ രേഖകൾ ചോദിച്ചു. എല്ലാം കൃത്യമാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടു. പോലീസ് നടപടി ഫോണിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചതോടെയാണ് മർദ്ദനമുണ്ടായത്. പോലീസ് ഫോൺ എറിഞ്ഞു പൊട്ടിച്ച ശേഷം മർദ്ദിച്ചുവെന്ന് സനൂപ് പറഞ്ഞു. പ്രതാപചന്ദ്രനും കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് മർദ്ദിച്ചത്. പോലീസിനെ ആക്രമിച്ചെന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തു. സിനിമയിൽ അഭിനയിക്കുവാനുള്ള അവസരം ഇല്ലാതാക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും സനൂപ് വ്യക്തമാക്കി. എറണാകുളത്ത് സ്ത്രീയെ മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഷനിലാണ് CI.
ഭർത്താവിനെ സ്റ്റേഷനിൽ മർദ്ദിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചപ്പോഴാണ് ഷൈമോളെ CI മർദ്ദിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.